അല്ലാഹു പറയുകയാണ്, സമാധാനത്തിന് വേണ്ടിയിട്ട് അഭിലഷിക്കുന്ന, സമാധാനത്തിന് വേണ്ടി മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ സമാധാനത്തിന് വേണ്ടി അഭിലഷിക്കുന്ന മനുഷ്യ, നിനക്ക് സമാധാനം വേണോ? സമാധാനത്തിന് വേണ്ടി നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സമാധാനത്തിന് വേണ്ടി എവിടെയൊക്കെയാ നീ പോകുന്നത്? സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വായിക്കുന്നത്? സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? സമാധാനത്തിന് വേണ്ടി ആരൊക്കെയാണ് നിന്നോട് കൂടുന്നത്? പക്ഷേ അല്ലാഹു പറയുകയാണ്, സമാധാനം നിനക്ക് വേണോ? സൂറത്തുർ റഅദ് എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ 28ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ഏക പരിഹാരമാർഗം, മനസ്സിന്റെ ഉള്ളറകളിൽ അസ്വസ്ഥതകൾ നമ്മെ വേട്ടയാടുമ്പോ, മനസ്സിന്റെ ഉള്ളറകളിൽ നമ്മെ തളർത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് അസമാധാനം വേട്ടയാടുമ്പോ, അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് സമാധാനം നമുക്ക് വേണോ? നമ്മുടെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സമാധാനം വേണോ? അതിന് എന്താണ് വേണ്ടതെന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്മരണയാണ്, പടച്ചവനെ ഓർക്കലാണ്. സഹോദരങ്ങളെ, ആദ്യമായി അല്ലാഹു തആല ഖുർആനിലൂടെ ദിക്ർ എന്ന് പറഞ്ഞത് അവനെ ഓർക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഒരു ചെറിയ സംഭവം നമുക്കറിയുന്നതാണ്. പക്ഷേ നമ്മൾ ഒരുപക്ഷെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഉപേക്ഷിച്ചു പോയാൽ ഒരുപക്ഷെ ഈ സദസ്സിനോടുള്ള അനീതിയാകാ. ദിക്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിപ്പോകാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം, സഹോദരങ്ങളെ, മത്സ്യത്തിന്റെ ഉദരത്തിനകത്തേക്ക് പോയ കഥയറിയുമല്ലോ. മത്സ്യത്തിന്റെ ഉദരത്തിലേക്ക് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അകപ്പെടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണ്, എന്റെ യൂനുസിന്റെ ഒരു രോമത്തെ കരിച്ചു കളയാൻ പാടില്ല, എന്റെ യൂനുസിന്റെ ഒരു രോമം കൊഴിഞ്ഞു പോകാൻ പാടില്ല, എന്റെ യൂനുസിന്റെ ശരീരത്തിന്റെ തൊലികളൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല, എല്ലുകളൊന്നും പൊട്ടാൻ പാടില്ല, മാംസങ്ങളൊന്നും ചതഞ്ഞു പോകാൻ പാടില്ല. ഇതാരോടാണ് പടച്ചവന്റെ നിർദ്ദേശമെന്നറിയോ? ഭീമാകാരമായ ഒരു മത്സ്യത്തിനോടല്ല പറയുകയാണ്, ഇല്ല, യൂനുസിന്റെ ഒരു രോമം പോലെ പിഴുതെറിയപ്പെടാൻ പാടില്ല, എന്റെ യൂനുസിന്റെ തൊലികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, എന്റെ യൂനുസിന്റെ ശരീരത്തിന്റെ എല്ലുകൾ പൊട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ചെല്ലുക, മത്സ്യത്തിനോടല്ല പറയുകയാണ്. ഭീമാകാരമായ മത്സ്യം ചെന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങുകയാ. ഈ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിനകത്തകപ്പെടുമ്പോ ഈ മത്സ്യം എവിടേക്കാണ് പോയതെന്നറിയോ? ചരിത്രങ്ങൾ ഒരുപാട് യൂനുസ് നബിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശാലമായ അതിന്റെ മേൽവിലാസത്തെ പറ്റി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, മത്സ്യത്തിന്റെ ഉദരത്തിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കുകയാ. അവിടെ ചെല്ലുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉള്ളറകളിൽ കിടന്നുകൊണ്ട് എന്തോ ഒന്ന് കേൾക്കുകയാ. ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ. യൂനുസ് നബി അലൈഹിസ്സലാം മനസ്സിൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മനസാക്ഷിയോട് ചോദിക്കുകയാണ്, മാഹാദാ യാ റബ്ബി, അല്ലാഹുവേ, എന്താണ് ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാണല്ലോ. ഇതെവിടെയാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത്? ആഴങ്ങളിലെ ആഴക്കടലിന്റെ ഉള്ളറകളിൽ എത്രയോ അടിത്തട്ടിലെ മത്സ്യത്തിന്റെ ലോകത്തിലാ നടക്കുന്നത്. ആ സമയത്ത് വല്ലാത്തൊരു മർമ്മര ശബ്ദം കേട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിച്ചത്, അല്ലാഹുവേ, എന്തിന്റെ ശബ്ദമാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി വരികയാ, ഹാദാ തസ്ബീഹു ദവാബിൽ മാ. ഓ യൂനുസ് നബിയെ, മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്ന യൂനുസ് നബിക്ക് അല്ലാഹു വഹി കൊടുക്കുകയാ. ഓ യൂനുസ് നബിയെ, ഇത് വേറൊന്നുമല്ല, മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബീഹ, മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി ചെല്ലുന്ന ദിക്റാ. സഹോദരാ, ചിന്തിച്ചു നോക്ക്, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയം പടപടക്കാൻ തുടങ്ങി. കപ്പലിൽ നിന്ന് കപ്പിത്താൻ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇത്രയും നെഞ്ചിടിപ്പുണ്ടായിട്ടില്ല. മത്സ്യം വന്ന് വിഴുങ്ങുമ്പോൾ ഇത്രയും നെഞ്ചിടിപ്പുണ്ടായിട്ടില്ല. പക്ഷേ മർമ്മര ശബ്ദം കേട്ട് പടച്ചവനോട് എന്താണെന്ന് ചോദിക്കുമ്പോ ഇത് ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിലെ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി ചെല്ലുന്ന തസ്ബീഹാണെന്ന് കേട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലുകൾ പടപടാ പടയ്ക്കുകയാ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നെഞ്ചകം വല്ലാതെ പൊള്ളുകയാ. അവിടെ കിടന്ന്
കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറയുകയാ, അല്ലാഹുവേ, സാഗരത്തിന്റെ മധ്യഭാഗത്ത് ആഴക്കടലിലെ പരൽ മത്സ്യങ്ങൾ പോലും നിന്നെ മറക്കുന്നില്ലെങ്കിൽ അല്ലാ, എനിക്കെങ്ങനെയാ മറക്കാൻ കഴിയുക? എനിക്കെങ്ങനെയാണ് സ്മരിക്കാതിരിക്കാൻ കഴിയുക? അവിടെ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറയുകയാ, ഫനാദാ ഫിൽ ളുലുമാ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറത്തുൽ അംബിയായിൽ 88-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, ഫനാദാ ഫിൽ ളുലുമാ, ഇരുളുകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറയുകയാ. നിരീശ്വരവാദിയായ ജബ്ബാർ പിഴച്ചു പോയത് ഇവിടെയാണ്. നിരീശ്വരവാദിയായ ജാമിദ എന്ന പെണ്ണ് പിഴച്ചു പോയത് ഇവിടെയാ. പ്രിയപ്പെട്ടവരെ, അല്ല പറയുകയാണ്, നാദാ ഫിൽ ളുലുമാ, 3 ഇരുളുകളിൽ കിടന്ന യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചത് ഏതാ 3 ഇരുളെന്നറിയോ? ഒന്ന് നിശയുടെ നിശബ്ദതയാകുന്ന പാതിരാത്രിയുടെ കുറ്റിരുട്ടാകുന്ന ഇരുള, മറ്റൊന്നോ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള, മൂന്നാമത്തേത് കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള. അങ്ങനത്തെ 3 ഇരുളുകളിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ യൂനുസ് നബി വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവരെ, ഒരു നിമിഷം നിന്നെ ഞാൻ മറന്നുപോയല്ലോ. അല്ലാഹുവേ, ഒരു നിമിഷം നിന്നെ ഞാൻ മറന്നുകൊണ്ട് നാട് വിട്ടതല്ലേ. അല്ലാഹുവേ, കടലിലെ മത്സ്യങ്ങൾ നിന്നെ മറന്നിട്ടില്ല. ആഴക്കടലിലെ പരൽ മത്സ്യങ്ങൾ നിന്നെ മറന്നിട്ടില്ല. ഞാൻ മറന്നുപോയല്ലോ അല്ലോ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതങ്ങോട്ട് പറയുമ്പോ ഈ ശബ്ദം എവിടെ കേട്ടെന്നറിയോ? ഒന്ന് ചിന്തിക്കണേ എന്റെ തേവമ്പാറയിലെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്നെ കേൾക്കാൻ വേണ്ടി നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മ. കടലിലെ മത്സ്യങ്ങൾ ചൊല്ലിയ തസ്ബീഹ് കേട്ടുകൊണ്ട് മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ തസ്ബീഹ് ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ഇസ്മുൽ അഅ്ലം ഉണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ അതിനെ ഇസ്മുൽ അഅ്ലം എന്നാണ് സഹാബത്തിന് വിവരിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ആ ദിക്ർ ഇങ്ങനെ കിടന്ന് വിളിക്കുമ്പോൾ മറ്റൊരു ഹദീസിലെ ദുആഉൽ കർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മനപ്രയാസം മാറാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ അർത്ഥമുള്ളതാണ്, വലിയ അർത്ഥ ഗാംഭീര്യമുള്ളതാണ്, ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ദിക്റാണ്. ആ ദിക്ർ ആര് കേട്ടെന്നറിയോ? വാനലോകത്തെ മാലാകമാര് കേൾക്കുകയാ. അവര് പടച്ചവനോട് പറയുന്നു, അല്ലാ യാ റബ്ബനാ നസ്മഉ സൗതന ലഈഫാ ബിഅർളിന ഗരീബാ. പടച്ചവനെ, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പതിഞ്ഞ സ്വരം ഞങ്ങൾ കേൾക്കുന്നല്ലോ. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്വരമാണ്, പക്ഷേ അത് ബലഹീനമായ ശബ്ദമാണ്, ഒരു പതിഞ്ഞ സ്വരമാണ്. എവിടെ നിന്നാ കേൾക്കുന്നത്? ബിഅർളിന ഗരീബാ. ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾക്ക് അപരിചിതമായ കടലിന്റെ ഉള്ളിൽ നിന്നാണ് കേൾക്കുന്നത്. ആ സമയത്ത് അല്ലാഹു മലായികത്തിനോട് പറയുകയാണ്, ഇതെന്റെ യൂനുസിനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബീഹ, ഇതെന്റെ യൂനുസിനിക്ക് വേണ്ടി ചൊല്ലുന്ന തസ്ബീഹ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലായികത്തുകളെ ശഫാഅത്ത് ചെയ്യുകയാണ്, മലായികത്തുകളെ ശുപാർശ ചെയ്യുകയാണ്, എന്റെ യൂനുസിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ദിവസവും ആ സാലിഹായ മനുഷ്യന്റെ അമലുകളല്ലേ നിനക്ക് ഞങ്ങൾ കൊണ്ടുതരുന്നത്, അതുകൊണ്ട് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തു. മലക്കുകളുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ. നിങ്ങൾക്കറിയോ സഹോദര, ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ. അന്ന് മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് മത്സ്യത്തിന്റെ ലോകത്ത് നടന്ന മർമ്മര ശബ്ദം കേട്ടുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവിടെ യൂനുസ് നബി തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് മനസ്സിലാവുക. അനമാഅബ്ദീ, ഞാൻ എന്റെ ദാസനോടൊപ്പമുണ്ട്, ഞാൻ എന്റെ അടിമയോടൊപ്പമുണ്ട്. എന്റെ പെങ്ങളെ, പടച്ചവൻ നമ്മളെ കൈയൊഴിയൂല. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. എപ്പോഴാണ് ഇതാഹുവ ദക്കറനി, നമ്മൾ അവനെ ഓർക്കുമ്പോഴല്ല.
സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്നത് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഒന്ന് ആലോചിച്ചു നോക്കി, എന്താ സംഭവിക്കുക? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു അതിന് മറുപടി പറയുകയാ, എന്റെ യൂനുസ് മത്സ്യത്തിന്റെ വയറിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിൽ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, എന്റെ യൂനുസ് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതുന്നത് വരെ യൂനുസ് നബിയുടെ ഖബർ എവിടെയാണെന്നറിയോ? യൂനുസ് നബിയുടെ ഖബർ മത്സ്യത്തിന്റെ ഉദരമാകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത് സൂറത്ത് സാഫാത്തിലെ 143-ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറഞ്ഞത്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ താമസിച്ചേനെ ഇലാ യൗമി യുബ്അസൂ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ താമസിച്ചേനെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒന്ന് ശ്രദ്ധിച്ചേ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചുകൊണ്ട് മത്സ്യം അതിന്റെ ലോകത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടത് ചെറിയ മർമ്മര ശബ്ദം, ഒരു ഞരക്കം. എന്താ പടച്ചോനെ ഇത്? ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, ഇത് കടലിലെ പരൽ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാം കടലിൽ അകപ്പെട്ടതിന്റെ കാരണം അറിയില്ലേ? യൂനുസ് നബി ഒരു നിമിഷം ചിന്തിച്ചു, പടച്ചവനെ, ഞാൻ എന്തിനാണ് എന്റെ റബ്ബിനെ മറക്കുന്നത്? എന്റെ റബ്ബിനെ മറക്കാൻ എനിക്ക് കഴിയുമോ? പരൽ മത്സ്യങ്ങൾ പോലും നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നെങ്കിൽ ഞാൻ എന്തിനും മടിക്കണം? ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഏതെങ്കിലും വിഷയത്തിലുണ്ടോ? നിയത്താക്കിക്കോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്കൊരു രോഗം വന്നാൽ അത് കൊറോണയാകാം, അത് പനിയാകാം, അത് എന്ത് രോഗമാണെങ്കിലും ആ രോഗം വരുന്ന സമയത്ത് 40 പ്രാവശ്യം ഈ ദുആഉൽ കർബ് എന്നൊരു ഹദീസിൽ, ഇസ്മുൽ അഅ്ലം എന്ന മറ്റൊരു ഹദീസിൽ, ഏതായിരുന്നാലും ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താകുന്ന ദിക്ർ, യൂനുസ് നബി എന്ന പ്രവാചകൻ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ദിക്ർ 40 പ്രാവശ്യം ഞാനും നിങ്ങളും പറഞ്ഞാൽ ആ രോഗം കാരണമായിട്ട് അവൻ മരണപ്പെട്ടു പോയാൽ ഫഹുവ ഷഹീദ്, അവന് രക്തസാക്ഷിയാണ് എന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇനി അവൻ മരിച്ചില്ല, അവന്റെ രോഗം ശിഫയായി, ആരോഗ്യ ദൃഢഗാത്രനായി അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ആ സെക്കൻഡ് വരെയുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. രോഗമില്ലാത്ത ആരാ ഈ സദസ്സിലുള്ളത്? അസുഖമില്ലാത്ത ആരാ നമ്മുടെ സദസ്സിലുള്ളത്? ഇല്ല, എനിക്ക് ഇന്ന് വരെ ഒരു അസുഖം ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അസുഖമാണ്. അവനെന്തോ മാനസിക വിഭ്രാന്തിയുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ രോഗമില്ലാത്ത ഒരാളെയും നമുക്ക് കാണാൻ പറ്റൂല. RCC എന്ന് പറയുന്ന റീജിയനിയൽ ക്യാൻസർ സെന്ററിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും നിപുണനായ, നൈപുണ്യം നേടിയ ഒരു മുസ്ലിം ഡോക്ടർ ലക്ഷക്കണക്കിന് രോഗികളുടെ ആ രോഗത്തിന് ശമനമായും സാന്ത്വനമായും ആശ്വാസമായും നിലകൊണ്ടിരുന്ന ഒരു മുസ്ലിമായ ഒരു പുരുഷൻ, ഒരു ഡോക്ടർ. നമുക്കൊക്കെ വേണ്ടപ്പെട്ട പാനിപ്ര ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും ചികിത്സിച്ചത് ആ ഡോക്ടറാണ്. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവിനെ, ആ മാതാവിന്റെ രോഗനിർണയം നടത്തിയതും ഈ രോഗം സ്ഥിരീകരിച്ചതും അതൊക്കെ ആ ഡോക്ടറിന്റെ മിടുക്കായിരുന്നു. RCCയിലെ പ്രഗത്ഭനായ സീനിയർ പ്രൊഫസർ മരണപ്പെട്ടത് എങ്ങനെയാണ്? ക്യാൻസർ രോഗം പിടിപെട്ടിട്ട്. ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗശമനത്തിന് കാരണക്കാരനായ ഡോക്ടർ ക്യാൻസർ വന്ന് മരണപ്പെടുന്നു. വലിയ വാർത്തയായി. ആർക്കാണ് അസുഖമില്ലാത്തത്? വിഷമത്തോടെ തന്റെ മുന്നിൽ വരുന്ന
അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുമ്പോൾ വന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ വെള്ളത്തിൽ ഊതുകയോ തലയിൽ പിടിച്ചോതുകയോ ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് അസ്വസ്ഥത വരുമ്പോൾ അടുത്തൊരു പണ്ഡിതനടുത്ത് പോയിട്ട് ഷോളൊക്കെ മാറ്റിയിരുന്നിട്ട് കൊടുക്കും, ഒന്ന് ഫാത്തിഹ ഓതി തരുമോ എന്ന് ചോദിക്കും. ആർക്കാ രോഗമില്ലാത്തത്? ആർക്കാ മാനസിക വിഭ്രാന്തി ഇല്ലാത്തത്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്ത് രോഗം വന്നാലും ആ രോഗം വരുമ്പോൾ 40 പ്രാവശ്യം വിരലുകൾ കൊണ്ട് എണ്ണിയിട്ട് നമ്മളൊന്ന് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ജീവിച്ചാലും നമുക്ക് രക്ഷ, മരിച്ചാലും നമുക്ക് രക്ഷ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ലേ? ആര് പറഞ്ഞു സഹാബ? അല്ലാഹ് പറഞ്ഞില്ലേ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്ന് അല്ലാഹയല്ലേ പറഞ്ഞത്. വനജ്ജൈനാഹു മിനൽ ഗം, യൂനുസ് നബിയുടെ മനപ്രയാസത്തിൽ നിന്നും മനക്ലേശത്തിൽ നിന്നും നാം യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി. യൂനുസ് നബിയെ മത്സ്യം കൊണ്ടുവന്ന് കരയിൽ തുപ്പിവെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്. അള്ളാഹു ഇങ്ങനെ രക്ഷപ്പെടുത്തിയത് ഒറ്റ കാരണമാണ്, ആ മത്സ്യത്തിന്റെ വയറിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി തസ്ബീഹ് ചൊല്ലി എന്ന ഒറ്റ കാരണം. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് തന്നെ കിടക്കുമായിരുന്നു എന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിനെ ഏത് സമയത്ത് നമ്മളോടൊപ്പം, അത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ചുണ്ടുകൾ ചലിക്കട്ടെ അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട്. അള്ളാഹുവിനെ ദിക്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ പെടപെടക്കട്ടെ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാകട്ടെ. എന്നാൽ തീർച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഇനി നിങ്ങൾ കേട്ടോ, ജീവിതത്തിൽ ദിക്റില്ല, അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമില്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ദിക്ർ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് റബ്ബിനെ ഓർക്കലും ദിക്റാണ്, നാവ് കൊണ്ട് പറയലും ദിക്റാണ്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തലും ദിക്റാണ്. ഏത് അർത്ഥത്തിലാണെങ്കിലും പടച്ചവനെ ദിക്ർ ചെല്ലാതിരുന്നാലുള്ള ദോഷം എന്താണെന്നറിയോ? ഇനിയാ ഞാൻ പറഞ്ഞത്, സഹോദരിമാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി. ഒരു മനുഷ്യൻ ദിക്റില്ലാത്ത ജീവിതമാണ് അവനുള്ളതെങ്കിൽ എന്താ അവനെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലംഗാ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലംഗാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശറതനി അഅമാ വഖദ് بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് സൂറത്ത് ത്വാഹയിലൂടെ. അല്ലാഹു പറയുന്നു, വമൻ അഅറള അൻ ദിക്രി, പടച്ചവനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആശ്രയിച്ചുകൊണ്ട് നന്ദികേടിലാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമായ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ പടച്ചവനെ പറ്റിയിട്ടുള്ള ചിന്തയില്ലാതായ നിന്റെ നാവുകൊണ്ട് ചുണ്ടുകൾ കൊണ്ട് പടച്ചവനെ സ്മരിക്കാതിരുന്ന, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പടച്ചവനെ ഓർക്കാതെ പ്രവർത്തിക്കാതിരുന്ന, എന്താ നിന്നെ തേടിയെത്തുന്നതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, ഫഇന്ന ലഹു മഈസതൻ ലംകാ, അവന്റെ ജീവിതത്തെ ഇടുക്കമാക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് അവിടെയാണ് ചേർത്ത് വായിക്കുക. അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി, ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും സഹായത്തിന് അവൻ എന്നെ ഓർക്കുമ്പോഴല്ല. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാഹ് പറയുകയാണ്, എന്നെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, എന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, നിന്നെ ഞാൻ ചെയ്യുന്നത് എന്തെന്നറിയോ? നിന്റെ ജീവിതത്തെ ഞാൻ കുടുസാക്കി കളയുന്നതാ. പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളുമാക്കി നിന്റെ ജീവിതത്തെ അല്ലാഹു തആല ഛന്നഭിന്നമാക്കുന്നതാ. സഹോദരങ്ങളെ, ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പിന്നെ ആരാ നമുക്ക് സഹായത്തിനുള്ളത്? അല്ലാഹു നമ്മുടെ ജീവിതത്തെ കുടുസാക്കി കളഞ്ഞ, ആരരി
അരി തന്നാലെന്താ, ആരാട് തന്നാലെന്താ, പയറ് തന്നാലെന്താ? ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവ നമ്മളെ കൈയൊഴിഞ്ഞ, അല്ലാഹു നമ്മളെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, പടച്ചതമ്പുരാ നമ്മളെ ജീവിതത്തെ കുടുസാക്കി കളഞ്ഞാൽ ആരും പിന്നെ സഹായിക്കാൻ വരില്ല, ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. മഹാനായ ഇമാം സുർഖാനി റഹിമഹുള്ള പറയുകയാണ്, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് കൂടി പറയുകയാ, ജീവിതത്തിൽ നേരം വെളുക്കുമ്പോ പാത്രവും കലവുമായിട്ട് നിങ്ങൾ പണി തുടങ്ങുന്നതാ. രാത്രി 11 മണിയായാലും പണി തീരൂല. ലോക്ക്ഡൌൺ ആയപ്പോൾ അത് കൂടുതലാണ്. മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടപ്പെട്ട നേരം നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭർത്താവിന്റെ ജോലി തിരക്ക് കാരണം ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഏത് സമയത്തും പാത്രങ്ങളോട് മല്ലിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദം മാറണോ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മാറണോ, നിന്റെ ജോലിയുടെ ഭാരമൊന്ന് കുറയണോ? ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, തൊഴിലാളികളുണ്ടല്ലോ, ജീവിതത്തിൽ വളയം പിടിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാരുണ്ടല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറണോ, പ്രാരാബ്ദങ്ങൾ മാറണോ? ഇമാം സുർഖാനി റഹിമഹുല്ല നമ്മളോട് പറഞ്ഞു തരികയാണ്, നീ രാത്രി കിടക്കാൻ നേരത്ത് നിന്റെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോ നീ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുവോ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലുവോ, 34 പ്രാവശ്യം നീ അല്ലാഹു അക്ബർ ചൊല്ലി 100 ദിക്റൊന്ന് പൂർത്തിയാക്കി പടച്ചവനെ കിടക്കാൻ നേരത്തെന്ന് ഓർത്താൽ, അല്ലാഹനെ സ്മരിച്ചു കഴിഞ്ഞ സുർഖാനി ഇമാം പറയുകയാണ്, ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുർഖാനി തങ്ങൾ പറയുകയാ, നിന്റെ ജോലിയുടെ ഭാരം കുറയും മോളെ, നിന്റെ ജോലിയുടെ ഭാരം കുറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ആ മഹാനായ പ്രവാചകന്റെ മുമ്പിലേക്ക് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വന്ന കഥയറിയുമല്ലോ, ഫാത്തിമ വന്ന കഥയറിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വെള്ളം കോരിയിട്ട് കൈ രണ്ടും പൊട്ടി ഒലിക്കുകയാണ്. ഫാത്തിമയുടെ കുഞ്ഞിളം കരങ്ങൾ പൊട്ടി ഒലിച്ചാൽ പൊന്നാര നബി തങ്ങൾക്ക് സഹിക്കൂല. അതറിയണമെങ്കിൽ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പയ്ക്ക് അറിയോ, തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ എല്ലാവരുടെ മുന്നിലും പുഞ്ചിരിയോടെ ആളുകളെ സ്വീകരിച്ചിരുത്തി മതിയായ ഭക്ഷണം കൊടുക്കുന്ന പെണ്ണിന്റെ ഉപ്പ, പെണ്ണിന്റെ ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് ആരും കാണുന്നില്ല. ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് പുതുപെണ്ണ് കാണുന്നില്ല. ഉപ്പാന്റെ ചങ്ക പിടയ്ക്കുന്നത് പുതുമാരം കാണുന്നില്ല. ചങ്ക പിടയ്ക്കുന്നത് വേറെ ആരെ കാണുന്നില്ല. കൈപിടിച്ചിട്ട് തന്റെ പ്രതിശുദ്ധ വരന് വേണ്ടിയിട്ട് വലിയന്റെ കൈപിടിച്ചിട്ട് നിക്കാഹിന്റെ ഈജാബും കബോല പറഞ്ഞു കൊടുക്കുന്ന പള്ളിയുടെ ഇമാമിന് തൊട്ടടുത്തിരിക്കുന്ന പെണ്ണിന്റെ വാപ്പാനെ ചങ്കിടിപ്പ് കേൾക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, 18 വയസ്സുവരെ ഞാൻ താലോലിച്ച് കായ് വളരുന്നോ, കാല് വളരുന്നോ, തല വളരുന്നോ എന്ന് നോക്കി വളർത്തിയ, നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച് ഞാൻ ആർക്കും കൊടുക്കാതെ, കഴുകനും കാക്കയ്ക്കും കൊടുക്കാതെ ഞാൻ ആറ്റുതോട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ 18 വയസ്സ് പൂർത്തിയായപ്പോൾ, അല്ലെങ്കിൽ 21 വയസ്സ് പൂർത്തിയായപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്റെ പൊന്നുമോളെ വിട്ടുകൊടുക്കുകയാ. ഇനി ഈ വാപ്പാക്ക് തന്റെ പൊന്നുമോളെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാ. അവന്റെ അനുവാദമുണ്ടെങ്കിലേ കഴിയൂ. ആ ഒരു അവസ്ഥയിൽ തന്റെ പൊന്നുമോളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്റെ പൊന്നുമോളെ ജീവിതത്തിൽ സന്തോഷമാണോ? അവിടെ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക് നല്ല സ്നേഹം കിട്ടുമോ? എന്റെ ഭാര്യയാകുന്നവളെ ഉമ്മ കൊടുക്കുന്ന ലാളനയും സ്നേഹവും പരിലാളനയും കിട്ടുമോ? ഈ ഒരു ചിന്തയോടെ നെഞ്ചിടിക്കുന്ന ഉപ്പാന്റെ മനസ്സിന്റെ ആ താളം എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അലിയാർ തങ്ങൾക്ക്. ഫാത്തിമത്തെ സഹ്റാ റളിയല്ലാഹു തആല അൻഹയെ കൻഹയുടെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഒരു ദിവസം ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരികയാ. കാരണം ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ മദീനത്ത് ആ വീട്ടിലില്ല, എവിടെയോ പോയിരിക്കുകയാണ്. കയറി വന്ന സമയത്താണ് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നബിയേ, ഫാത്തിമ വന്നു നബിയേ, അലിയു വന്നു നബിയേ, അലിയു വന്നു നബിയേ. എന്താ ആയിഷ അവര് വന്നത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഫാത്തിമയും അലിയും വന്നത് സങ്കടം ബോധിപ്പിക്കാനാ. പാവമാണ് നബിയേ, ഫാത്തിമയുടെ കൈയിനി പൊട്ടാനൊരു സ്ഥലമില്ല. ഫാത്തിമ വെള്ളം കോരിയിട്ട്, ഫാത്തിമ ആട്ടുകല്ല് പിടിച്ചിട്ട്, ഫാത്തിമയുടെ വീട്ടിലെ അടുക്കള പണി ചെയ്തിട്ട് 2 കൈകളും ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നു നബിയേ.
മുത്തിയേ. അതുകൊണ്ടൊരു സേവകനെ ചോദിച്ചു വന്നതാ, ഒരു സർവന്റിനെ ചോദിച്ചു വന്നതാണ്, ഒരു ഖദ്ദാമയെ ചോദിച്ചു വന്നതാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ചുവക്കുകയാ. നബി തങ്ങൾക്ക് സങ്കടം വരുമ്പോൾ രണ്ട് പുരികത്തിനിടയിലെ ഞരമ്പ് ഊതി വീർത്തു വരുമെന്നാണ്. ആയിഷ ബീവിക്കറിയാം അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടം വല്ലാതെ ഞരമ്പ് ഇങ്ങനെ ഊതി വീർത്ത് നിൽക്കുകയാണ്, തടിച്ചു നിൽക്കുകയാ. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നത് രാത്രിയാണ്. ഇനി അലിയാര് തങ്ങൾ പറയട്ടെ ബാക്കി കഥകൾ. അലി തങ്ങൾ പറയുകയാണ്, ഞാനും എന്റെ ഫാത്തിമയും നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ കൊച്ചു ചെറ്റക്കൂരയിൽ ഞങ്ങളെ പായ വിരിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പട്ടുമെത്തയില്ല, അവിടെ ഈട്ടിയുടെ കട്ടിലില്ല, തേക്കിന്റെ പരവതാനിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പായ വിരിച്ചു. ഞാനും എന്റെ ഫാത്തിമയും കൂടി പനയോല വിരിച്ചു. എന്നിട്ട് കിടക്കാൻ വേണ്ടി ഞങ്ങൾ ആ വിരിപ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടുകയാ. അലിയാര് തങ്ങളാണ് ബാക്കി കഥ പറയുന്നത്. അലിയാര് തങ്ങൾ പറയുന്നു, ഞാൻ കഥക് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പൊന്നാര നബി തങ്ങൾ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാ. ആയിഷ ബീവിയും മുത്തുനബിയും താമസിക്കുന്നതിന്റെ കുറച്ച് പുറകിലാണ് ഫാത്തിമയുടെ വീട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമയും അലിയും ഇരിക്കുന്നതിന്റെ പായയുടെ മധ്യഭാഗത്ത് വന്നിരുന്നു. എന്നിട്ട് ഫാത്തിമയോടും അലിയോടും പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട അലിയെ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, നീ സെർവന്റിനെ ചോദിച്ചുകൊണ്ട്, ഒരു സേവകനെ ചോദിച്ചുകൊണ്ട് ആയിഷയുടെ അടുത്ത് വന്നല്ലേ? എന്നാ പൊന്നുമോളെ, അലാ ഉഅല്ലിമുകുമാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖൈറും മിമ്മാ സഅൽതുമാനി, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ കരണീയമായ അഭികാമ്യമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ ഖദതുമാ മലാജിഅകുമാ, നിങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പായ വിരിച്ചിട്ട് എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോനെ അലിയെ, നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തുകബ്ബിറാനി അർബഅൻ വസലാസി വതുസബ്ബിഹാനി സലാസൻ വസലാസി വതുഹമ്മിദാനി സലാസൻ വസലാസി, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ രണ്ടുപേരും ഒന്ന് പറയുമോ? ഖൈറുൻ ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമി, ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്കത് അഭികാമ്യമാണ്. റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സങ്കടപ്പെട്ട് പൊന്നുമോളുടെ കൈപൊട്ടി ഒലിക്കുന്ന രംഗം കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ തുറന്നു കൊടുത്ത മരുമകന്റെയും മകളുടെയും വിരിപ്പിന്റെ മധ്യേ ആ ഹബീബായ മുത്തുനബി ഇരുന്നിട്ട് രണ്ടുപേരോടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ നേരത്ത് 33 വീതം ഈ പറഞ്ഞ തസ്ബീഹുകൾ ചൊല്ലി, തഹ്മീദും ചൊല്ലി, നിങ്ങൾ തക്ബീറും ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ ഒരു ഖാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ അഭികാമ്യമാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം സുറഖാനി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ജോലി ഭാരം കുറയാൻ നിങ്ങൾക്ക് പറ്റിയത് കിടക്കാൻ നേരത്തെ തസ്ബീഹ് ചെല്ലലാണ്. എത്ര സമയം വേണം? പെണ്ണുങ്ങൾക്ക് അതിന് സമയമുണ്ടോ? കാരണം ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത് കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ല. ജീവിതത്തിൽ നിങ്ങളുടെ പ്രാരാബ്ദം ഒഴിഞ്ഞ ദിവസമുണ്ടോ? നിങ്ങൾ നേരം വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതല്ലേ? പിന്നെ നിങ്ങൾ പാത്രങ്ങളോടുള്ള മല്ലയുദ്ധമല്ലേ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾക്ക് എപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. അടുക്കളയിൽ നിന്ന് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? രാത്രി 10 മണിക്കും 11 മണിക്കും അടുക്കളയിൽ ചെന്നാൽ രാവിലെ മുതൽ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ. കെട്ടിയോനും കുട്ടിയോളും ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പണി കൂടുതലാണ്. ഇതൊക്കെ മാറാനുള്ള, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് സയ്യിദത്തുന ഫാത്തിമത്തുൽ ബത്തൂൽ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇത്രയും പ്രോജ്വലത അല്ലാഹു തആല നൽകിയത്. നബി തങ്ങൾ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ടു. ഖാദിമിന് നമ്മളെ മക്കളെങ്ങാനും വന്നിട്ട് കെട്ടിച്ചെടുത്തുന്നിട്ട് പറയാ, ആകെ വിഷമമാണ്, എന്റെ ഭർത്താവിന്റെ തുണി കഴുകണം, ഭർത്താവിന്റെ വാപ്പാന്റെ കഴുകണം, അവന്റെ അനിയന്റെ കഴുകണം, ചേട്ടന്റെ കഴുകണം, ഇതെല്ലാം കഴുകിടുമ്പോ അമ്മായി അമ്മ ഉടുത്തിരിക്കുന്നത് കൊണ്ടിടും, ആകെ ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്കാം, മോളെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാ, മോക്ക് നല്ല ഒരു കാര്യം. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ 2 വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതല്ല, നമ്മൾ മകളോട് പറയാണ്, നീ കിടക്കാൻ നേരത്ത് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, നിന്റെ ജോലിയുടെ ഭാരം കുറയും, ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മകള് കേൾക്കുവോ? നമുക്ക് പറഞ്ഞ നമ്മുടെ മകള് നല്ലതുപോലെ നമ്മളോട് ഇടപെടുവോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെയാണ് ഉപ്പയും മകളും ആത്മീയ നിർവൃതിയിൽ ആത്മീയ ലോകത്തെ ഏറ്റവും വെള്ളരിപ്രാവുകളായി നമ്മുടെ മുമ്പിൽ മഹിതമായ മാതൃക മലർക്കെ മാലോകർക്ക് തുറന്നു കൊടുക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതൃകയാണ്. അതുകൊണ്ട് ജോലി ഭാരം കുറയും എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഏത് ഘട്ടത്തിലും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാനസിക വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ദിക്ർ ചൊല്ലിയാൽ ഒരുത്തരും നമ്മളെ തൊടാൻ പോകുന്നില്ല. ഒറ്റ ഒരുത്തരും നമ്മുടെ രോമത്തെ തൊടാൻ പറ്റില്ല. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഇദാഹു വദക്കറനി, എന്നെ എന്റെ അബ്ദ് ഓർത്താൽ അനമ അബ്ദി, ഞാൻ അവനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് ഹബീബായ നബി തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. പറഞ്ഞത് അള്ളാഹുവാണ്. വെറുതെ ആവൂല. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ബനൂ ഇസ്രായേലിലേക്ക് അയച്ചു, നിയോഗിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേലികളിലേക്ക് അള്ളാഹു നിയോഗിക്കുമ്പോൾ അവരോട് ദിക്ർ ചൊല്ലാൻ പറയൂ എന്ന് പ്രത്യേകം അല്ലാഹു തആല യഹ്യാ നബിയോട് പറഞ്ഞിട്ടൊരു ഉദാഹരണം കൂടി അല്ലാഹു യഹ്യാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് ചെന്നിട്ട് പറയാൻ ഒരു ഉദാഹരണം. ആ ഉദാഹരണം പറഞ്ഞാൽ ഒരു NRC അല്ല, ഒരു CAA അല്ല. അതൊക്കെ മറന്നുപോയി. മുമ്പ് എല്ലാവരുടെയും വായിൽ വരുന്നത് CAA, NRC എല്ലാം വായിൽ വരുമായിരുന്നു. ഇപ്പൊ ആകെ വരുന്നത് 3 വാക്കാ. ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ മാസ്ക്, പിന്നെ സാനിറ്റൈസ്. ഇത് 3 ഇപ്പൊ വായിൽ. ഓരോ കാലത്ത് ഓരോന്ന് നമ്മുടെ വായിൽ വരും കുട്ടികൾക്കൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ കോട്ട അല്ലാഹു തആല യഹ്യാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഹ്യാ നബിയോട് അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ചെല്ല് നബിയെ, ബനൂ ഇസ്രായേലികൾക്ക് എന്നെ ഓർക്കാൻ, എന്നെ ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടു. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഉദാഹരണം കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? മസലു ദിക്രി കമസലി ഖൗമിൻ ലഹും ഹിസ്നുൻ വബിഖുർബിഹിം അദുവൻ ഫദഖലു ഹിസ്നഹും വഅഗ്ലഖൂ ബാബാ. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് യഹ്യാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കു നബിയെ. എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോ തേവമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമം, മനോഹരമായ ഗ്രാമം, മലയോര പ്രദേശത്തിന്റെ എല്ലാ സൗന്ദര്യവും എല്ലാം തികഞ്ഞ ഒരു മനോഹരമായ ഒരു നാട് തേവമ്പാറ എന്ന ഒരു പ്രദേശം. ഇവിടെ ശബ്ദ കോലാഹലങ്ങളില്ല. ഇവിടെ ഭീകരമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം തേവമ്പാറ. ഈ തേവമ്പാറയിൽ താമസിക്കുന്ന ഈ ജനത, തേവൻപാറ മഹലിൽപ്പെട്ട എല്ലാവരെയും ഒരു ഉദാഹരണം പറയാം. മസലു ദിക്രി കമസൽ ഖൗം. ഈ തേവമ്പാറയിലെ ഒരു ജനതയെ പോലെയാണ് അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നതിന്റെ ഉപമ. എങ്ങനെ? ലഹും ഹിസ്നുൻ. ഇവിടെ ഒരു വലിയ കോട്ട ഉണ്ടെന്നിരിക്കട്ടെ. കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പരിചയമുള്ള കോട്ട എന്ന് പറയുന്നത് കിഴക്കേ കോട്ടയാണ്. പിന്നെ ഇപ്പൊ കുറെ നാൾ കൊണ്ട് പടിഞ്ഞാറേ കോട്ടയും കൂടെ തിരിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കോട്ട അല്ലാഹു തആല ഉദാഹരണമായി പറഞ്ഞെന്താണെന്നറിയോ? പണ്ട് രാജാക്കന്മാർക്ക് ശത്രുക്കൾ വരുമ്പോ അവരെ ദൂരെ നിന്ന് വരുമ്പോ തന്നെ കാണാൻ പറ്റുന്ന നിലയിൽ ഉയരത്തിൽ കെട്ടിവെക്കുന്ന ഒരു വലിയ സംവിധാനമാണ് കോട്ട. അകത്ത് നിൽക്കുന്നവർക്ക് ഒരു ചെറിയ വിടവിലൂടെ പുറത്തു നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ പറ്റുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന ഒരാൾക്കും അകത്ത് നിൽക്കുന്ന ആരെയും കാണാൻ പറ്റില്ല. അമ്പെയ്യാനും വെടിവെക്കാനും എല്ലാ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഈ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നു. പക്ഷെ പുറത്തു നിൽക്കുന്ന ആർക്ക് ഒരു ചരൽ കല്ല് പോലും എടുത്തെറിയാൻ പറ്റില്ല. പടുകൂറ്റൻ കോട്ട. ഇങ്ങനെയുള്ള കോട്ടകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഫുജൈറയിൽ ഒരു പള്ളിയോട് ചേർന്നൊരു പഴയ പള്ളിയുണ്ട്. ഫുജൈറയിൽ അവിടെ ആ പള്ളിയുടെ കുറച്ച് മുകളിലായ ഒരു മനോഹരമായ കോട്ടയുണ്ട്. 1-2 കോട്ടകളുണ്ട്.
ഞാൻ ആ കോട്ടയിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചുപോയി. പരിശുദ്ധമായ ഹറമുകളിൽ ഇതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ പള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കി പത്രം ഒന്ന് അവശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ വികസനത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായ സൗദി ഗവൺമെന്റ് മനോഹരമായി സൗദി ആ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും ഏറ്റവും വലിയ പുരോഗമനത്തിൽ കൊണ്ടെത്തിക്കുന്നു. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. പക്ഷേ ഏതെങ്കിലും നമ്മുടെ ഹബീബ് ജനിച്ച വീട് അതെങ്കിലും ഒരു ചുറ്റിക്കെട്ടിന്റെ ഉള്ളിൽ പലപ്പോഴും സുലൈമാൻ ഉസ്താദ് ഉംറയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് നബി തങ്ങൾ ജനിച്ച വീടുണ്ടല്ലോ, അത് പൊളിച്ചു കളയാതെ അത് അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാൻ എത്ര മനോഹരമാണ്. ഇപ്പൊ മമ്പുറത്ത് സിയാറത്തിന് പോയി. മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മമ്പുറത്ത് കയറി. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രസംഗത്തിന് അതിന്റെ സമീപത്ത് പോകുമ്പോഴും അല്ലാതെയുമൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോ ഏറ്റവും ഒടുവിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ബഹുമാനപ്പെട്ട നമ്മളോട് ഏറ്റവും അടുത്ത ഒരു സയ്യിദ്, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദ് എന്നോട് പറഞ്ഞു, ദാ ഇവിടെ മമ്പുറം തങ്ങൾ താമസിച്ച വീടുണ്ട്. മമ്പുറം തങ്ങൾ താമസിച്ച വീടുണ്ട്. മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് ഒരുപാട് സഹസ്രാബ്ദങ്ങളൊന്നും ആയില്ലല്ലോ, നൂറ്റാണ്ടുകളൊന്നും ആയില്ലല്ലോ. ആ വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോ മൂപ്പര് ഒന്നുമെടുത്ത സ്ഥലം, മൂപ്പർ താമസിച്ചിരുന്ന സ്ഥലം അതൊക്കെ അതേപോലെ പഴമയിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഴയ ലോകം ഓർമ്മ വരികയാണ്. അങ്ങനെ നമ്മുടെ മുത്ത് നടന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ഹബീബ് ഇരുന്ന ഭാഗം, നമ്മുടെ ഹബീബ് ജീവിതത്തിൽ ഒന്ന് ചരിഞ്ഞു കിടന്ന ഭാഗം, അതെങ്കിലും ഒന്ന് പഴമ നിലനിർത്തി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു, നിർവൃതി അടയാൻ കഴിയുമായിരുന്നു. ഇപ്പോ എല്ലാം വികസനമായി. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഉംറ ചെയ്യണം. ഇപ്പൊ അതും പൂട്ടി. ഉംറ ചെയ്താലുള്ള ഗുണം എന്താ? ഇവിടെ ഇപ്പൊ സഫ മർവ എന്ന് പറഞ്ഞിട്ട് പർവ്വതങ്ങൾ വെച്ചിട്ടുണ്ട്, പാറക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. പർവ്വതത്തിന്റെ ഒരു ഭാഗമാണത്. നല്ല ഉയരത്തിലുണ്ടായിരുന്ന പർവ്വതം അതിന്റെ വികസനത്തിൽ ഇടിച്ചിടിച്ചിടിച്ച് ഇപ്പൊ അതിന്റെ മൂട് ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. എല്ലാം വികസനം വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ട്, പഴമ മുഴുവനും നഷ്ടപ്പെട്ട് പുതുമയിലേക്ക് വരുമ്പോ ഇപ്പോ അറിയാൻ കഴിയുന്നു എസ്കലേറ്റർ പോലെ ഉണ്ടായി സഫ മർവയുടെ ഇടയിൽ. ഇനി വരാൻ പോകുന്ന സംവിധാനം അതാണ്. അതേ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. സഫയിൽ നിന്നിട്ട് കയറി നിന്നു കൊടുക്കുക, മറവേ ചെന്നങ്ങിറങ്ങും. മറവേ പോയി തിരിഞ്ഞും കയറി കൊടുക്കുക, സഫയിൽ വന്നിറങ്ങും. എന്ത് ത്യാഗം! സഈ എന്ന് പറഞ്ഞാൽ തന്നെ പരിശ്രമമാണ്. ഒരു പരിശ്രമവും ഇല്ല, നല്ല വിശ്രമമാണ്. നല്ല AC അല്ല, കയറി ഇങ്ങോട്ട് നിന്നു കൊടുത്താൽ മതി. കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് 100 റിയാൽ കൊടുത്താൽ അവിടുത്തെ അറബികൾ നമ്മളെ വീൽ ചെയറിൽ കുതിരയേക്കാൾ വേഗത്തിൽ കൊണ്ടുപോകും. അതൊന്നും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇങ്ങനെ പോയാ പടച്ച തമ്പുരാനെ ചിന്തിക്കുമ്പോ അന്തം കിട്ടുന്നില്ല. 10-20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ അങ്ങ് തന്നെ പോവേണ്ടി വരില്ല. അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വേണ്ടി അവരങ്ങ് ഹജ്ജ് ചെയ്തോളും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് കഴിവുള്ളവര് ഈ ഹറമുകൾ തുറക്കപ്പെടുന്ന ഘട്ടം വന്നാൽ ഉടനെ ഹജ്ജ് ചെയ്തേക്കണം, ഉംറ ചെയ്തേക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 1/2 സെന്റ് കൊടുത്താലും 2-3 ഉംറ ചെയ്യാം. ബാക്കി പൈസ കൊണ്ട് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കച്ചവടം തുടങ്ങാം. അത്രയും ഇപ്പോ വസ്തുക്കൾക്ക് വിലയുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, മോളെ കെട്ടിക്കട്ടെ. മോക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ പറയും ഇപ്പൊ LKG പഠിക്കുന്നതെന്ന് പറയും. അതിനി എന്നാ കെട്ടിക്കുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മാത്രമാണ് അലസതയും ഗഫലത്തും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കോട്ട, ആ കോട്ടയുടെ ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ തേവമ്പാറയിലെ ജനങ്ങൾ ഒരിക്കലും പുറത്തു നിന്ന് ആക്രമിക്കാൻ വരുന്ന ഒരു ജനതയും അവരെ പേടിക്കേണ്ടി വരില്ല. ഈ വരുന്ന വഴിയിൽ ശത്രുക്കൾ എത്തി നിൽക്കുകയാണ്. നിങ്ങളോ ഈ പള്ളി ഒരു കോട്ടയായി സങ്കല്പിക്കുക. ഈ തേവമ്പാറ മഹലിലെ മുഴുവൻ ആളുകളും പള്ളിയിൽ കയറി നിൽക്കുകയാ. പുറത്ത് നിൽക്കുന്നവർക്ക് അകം കാണാൻ പറ്റില്ല, അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും പുറത്തുള്ള ശത്രുക്കളെ കാണാം. പക്ഷെ ഈ ശത്രുക്കൾ അകത്തേക്ക് കയറില്ല, വാതിലുകൾ കൊട്ടിയടച്ചു. നിങ്ങൾ ഇനി ആരെയാ പേടിക്കുക? ആരെയാണ് പേടിക്കുക? ആരെയും പേടിക്കണ്ട.
അതാണ് അല്ലാഹു തആല യഹ്യാ നബിയോട് പറഞ്ഞു, ഇതുപോലെയാണ് ദിക്റിന്റെയും അവസ്ഥ. നമ്മൾ അല്ലാഹുവിനെ ഏത് സമയത്തും ഓർത്ത് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തനെയും നമ്മൾ ഭയപ്പെടണ്ട, ഒരുത്തന്റെ കണ്ണുരുട്ടലിലും നമ്മൾ വരണ്ടു പോണ്ട, ഒരുത്തനും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് നമ്മളെ ആട്ടി ഓടിക്കാൻ വരില്ല. ഈ ജനിച്ച മണ്ണിൽ നമ്മൾ മരിക്കും, നമ്മൾ ജീവിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ പടച്ചോനുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചിരിക്കണം. എന്നെ ഓർത്താൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ മാറട്ടെ, ജോലി ഭാരങ്ങൾ കുറയട്ടെ, അല്ലാഹു തആല ജീവിതം തുറസാക്കി തരട്ടെ, ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു എപ്പോഴും അവനെ ഓർക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുക, അവന് വേണ്ടി ദിക്ർ ചൊല്ലുക. ഇനി രണ്ടാമത് അല്ലാഹു ദിക്ർ എന്ന് പറഞ്ഞത് ഏതാണ്? ഈ ദിക്ർ എന്നും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ഇബാദത്ത് അല്ലാഹു പഠിപ്പിച്ചു. അതാണ് രണ്ടാമത്തെ ദിക്ർ. അതേത് ഇബാദത്താ? അല്ലാഹു പറയുകയാണ് സൂറത്തു ത്വാഹയിൽ തന്നെ, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തിയ ദിക്ർ ഏതെന്നറിയോ? ഒന്ന് പടച്ചവനെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണെങ്കിൽ രണ്ടാമതായിട്ട് അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാകും എന്നെ ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ ദിക്ർ അത് നമസ്കാരമാണ്. വഅഖിമിസ് സ്വലാത ലിദിക്രി. എന്നെ മറക്കാതെ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണേ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം അല്ലാഹനെ ഓർക്കലാ, അല്ലാഹനെ ഓർക്കലാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് ലോകത്തൊരുത്തനെയോ പേടിക്കണ്ട, ഒരാളെയും ഭയപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 40 വയസ്സെത്തുമ്പോൾ ചിശ്തിയ്യ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നല്ലോ മഹാനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ചിശ്തിയ്യ ത്വരീഖത്തിന്റെ ഏറ്റവും പ്രഗൽഭനായ ശൈഖാണ്. സഹോദരങ്ങളെ, ഡൽഹി നിസാമുദ്ദീൻ വലിയിന്റെ പ്രിയപ്പെട്ട ശൈഖായിരുന്നു. ആ മഹാനുഭാവന് 40ാമത്തെ വയസ്സെത്തുമ്പോ അല്ലാഹനെ പറ്റിയിട്ട് പാട്ടുപാടലായിരുന്നു. അല്ലാഹനെ പറ്റി പ്രേമവാചനമാകുന്ന പടച്ചവനെ പറ്റിയിട്ട് ഇങ്ങനെ വാദോരാല കവിതകൾ ആലപിക്കുന്നു, പാട്ടിങ്ങനെ പാടി നടക്കുന്നു. ഏത് സമയത്തും ഒരു പ്രേമിക്കുന്ന ഒരാള് പാട്ടുപാടും. ആരെ പറ്റിയാ? താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ പറ്റി ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നു. ഇവിടെ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പാട്ടുപാടുന്നത് ആരെ പറ്റിയാ? തന്റെ പ്രേമവാദനത്തെ പറ്റിയാണ്, വേറെ ആരുമല്ല. സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയാ. അങ്ങനെ പാട്ട് പാടുമ്പോൾ പാട്ടിന്റെ ആ കവിത ആലപിക്കുമ്പോ അറിയാതെ ബോധം കെട്ട് വീഴുന്നു. പിന്നെ മഹാനവറുകളെ കുലുക്കി വിളിച്ചാലും ഉണരൂല, വെള്ളം കുടഞ്ഞാലും എഴുന്നേക്കൂല. പക്ഷെ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയോ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാ, ഹയ്യാലസ് സ്വലാഹ്, നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേക്കു വരൂ, ഹയ്യാലൽ ഫലാഹ്. ഇതാണ് വിജയത്തിന്റെ പറുദീസ, ഒന്ന് വരുമോ എന്ന വിളി വരുമ്പോ മഹാനവറുകൾ ചാടി എഴുന്നേക്കുകയാ. എന്നിട്ട് മഹാനവറുകൾ നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് വീണ് കവിത ആലപിക്കുകയാ. ഉടൻ തന്നെ ബോധം കെട്ടങ്ങ് വീഴുകയാണ്. പടച്ചവനെ ഓർക്കുമ്പോ, അല്ലാഹനെ ഓർക്കുമ്പോ ബോധം കെട്ട് നിലത്ത് വീഴുകയാ. പിന്നെ മഹാനവറുകൾ തലപൊക്കൂല, ആരെ പിടിച്ചാലും എഴുന്നേക്കൂല. പിന്നെ മഹാനവറുകൾ എഴുന്നേക്കും അടുത്ത വഖത്ത് നിസ്കാരത്തില. അങ്ങനെ ജീവിതം തള്ളി നീക്കുമ്പോ ഒരു മുഹറം മാസം 5-ാം തീയതി എത്തി മരണാസന്നനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇശാ നമസ്കാരത്തിന്റെ സമയത്താണ് സക്കറാത്തിന്റെ ഹാല് വന്നത്. ആ സമയത്ത് മഹാനവറുകൾ പെട്ടെന്ന് ഇശാ നമസ്കരിച്ചു. ഇശാ നമസ്കരിക്കുമ്പോഴേക്ക് മഹാനവറുകൾ തളർന്ന് വീഴുകയാ. നോക്കുമ്പോ
നോക്കുമ്പോൾ മരണം നടന്നിട്ടില്ല, മഹാനവറുകൾ മരണപ്പെട്ടിട്ടില്ല, ബോധം കെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആരോ വിളിച്ചു, മഹാനവറുകളെ എഴുന്നേൽക്കുകയാ. മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ഇശാ നമസ്കാരം നിർവഹിച്ചോ? നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എന്നും എനിക്ക് റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടി ഇശാ നമസ്കരിക്കുകയാ. സലാമിട്ടുമ്പോ ബോധം കെട്ട് വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, നിസ്കാരം നടത്തിയോ? ആളുകളെ പറഞ്ഞു, മുരീദുമാര് പറഞ്ഞു, അതെ നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇശാ നമസ്കരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇശാ നമസ്കരിച്ചു. അതിനുശേഷം ഈ ലോകത്തോട് മുഹറം മാസം 5-ാം തീയതി പാതിരാത്രിയിൽ മഹാനവറുകളെ ലോകത്തോട് വിട പറഞ്ഞു. ചിന്തിക്കന്റെ സഹോദരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും അല്ലാഹനെ ഓർക്കാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗമേതാ? അത് 5 നേരത്തെ നമസ്കാരമാണ്. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ പള്ളിയിലെ ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്രയാണ്. ഏത് പള്ളിയിലാണ് നമ്മൾ നമസ്കരിക്കുക? പ്രിയപ്പെട്ടവരെ, പള്ളികളിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരം നമ്മൾ മറക്കുന്നു. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ശൈത്താൻ പോലെ കീഴ്വായി വിട്ടുകൊണ്ട് ഓടി വിളിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും ഭയപ്പെട്ടുകൊണ്ട് പോകുന്നത് നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളി മുഴങ്ങുമ്പോഴാണ്. ശൈത്താന് പോലും പേടിയാണ്. കാരണം ഈ നിസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഗൗരവമുള്ള വിഷയമല്ലേ? ആ സമയത്ത് പിശാച് പോലും ഭയന്ന് വിഹ്വലനായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പിശാച് ഓടി അകലുമെന്ന്. തേവമ്പാറ പള്ളിയുടെ ബാങ്ക് മിനാരത്തിലൂടെ കേൾക്കുമ്പോ ഇവിടുന്ന് ശൈത്താൻ ഒരൊറ്റ ഓട്ടമാണ്. തൊളിക്കോട് എത്തുമ്പോഴെടാ, തൊളിക്കോട് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, അബ്ദുൾ റഷീദ് മൗലവി ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. അങ്ങനെ ഇടത്തോട്ടൊരു ഓട്ടമാണ്. അങ്ങനെ പോകുമ്പോ തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. ശൈത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബേജാറായി ഓടി എവിടെയാണ് ചെല്ലുക ഒരു പിടുത്തോ ഇല്ല. ഇതെന്തിന്റെ പേരിലാണ്? ഈ പള്ളിയിലേക്ക് വിളിക്കുന്നത് അവിടെ കമ്മിറ്റി കൂടാനല്ല, ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് അവിടെ കഞ്ഞി വിളമ്പാനല്ല, ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് കണക്കവതരിപ്പിക്കാനല്ല, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ശൈത്താൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായാൽ, നമുക്കതൊരു ലഹരിയായി മാറിയാൽ, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, കാന ഇദാ ഹസബഹു അംറുൻ, എന്തെങ്കിലും ഒരു വിഷമം നബി തങ്ങൾക്ക് ഉണ്ടായാൽ, ഫസഅ ഇല സ്വലാത്തി, നബി തങ്ങൾ ആ സെക്കൻഡിൽ കൈകെട്ടി നമസ്കരിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. ഇന്ന് പ്രതിസന്ധി വന്നപ്പോ പള്ളി പൂട്ടിയിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. അന്ന് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുമ്പോഴും പള്ളിയിൽ വരുമായിരുന്നു നിസ്കരിക്കാൻ. ഇന്ന് പ്രശ്നങ്ങളും വിഷമങ്ങളും വന്നപ്പോ നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങി. എല്ലാം തലതിരിച്ചിട്ടാ അല്ലേ? പള്ളിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ തേവൻപാറയുള്ള ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം നടക്കേണ്ടത് പള്ളിയിലാണ്. ഈ തേവൻപാറ നിവാസികളുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ പള്ളി. പുറത്തു നടക്കുന്ന ചർച്ചകൾക്ക് പരിഹാരം കാണേണ്ടത് പള്ളിയിലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും പറയുമ്പോ അതങ്ങ് പള്ളി ചെന്ന് പറയണം. എന്താ അതിന്റെ അർത്ഥം? ഏത് വിഷയത്തിനും പരിഹാരം പള്ളിയിൽ നിന്നുണ്ടാവും. ഇന്ന് പള്ളിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലാണ്. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം വീടുകളിലാണ്. മുമ്പ് വീടുകളിലും നാടുകളിലും കടകളിലും കമ്പോളങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ബിസിനസ് സാമ്രാജ്യങ്ങളിലും നടന്ന ചർച്ചകൾക്ക് പരിഹാരം കാണുന്നത് നാട്ടിലെ പള്ളികളിലായിരുന്നു. എല്ലാം തലതിരിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലേക്ക് വ്യാപൃതനാകും. കാരണം അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി, എന്നെ ഓർക്കുമ്പോ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഓർക്കാനുള്ള ദിക്ർ എന്ന് ഖുർആൻ രണ്ടാമതായി പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരമാണ്.